ഹായ് ഹലോ എവ്രിവൺ, എല്ലാവർക്കും ഫോട്ടോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സ്നാക്കിൻ്റെ പേരാണ് ചിക്കൻ പാക്ക്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 സബോള, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, ഒരു 100 ഗ്രാം ചിക്കൻ ഞാനിവിടെ ഓൾറെഡി വേവിച്ച് ചെറിയ ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇത്രയാണ് വേണ്ടത്. ഇനി നമുക്കതിലേക്കുള്ള മാവ് പ്രിപ്പയർ ചെയ്യാം. മാവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു ചപ്പാത്തി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമുക്കത് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു സമയത്തിനുള്ളിൽ നമുക്കതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതൊന്ന് നന്നായി മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ആഡ് ചെയ്യുന്നു. സബോള ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സബോള ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും പൊടികളിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ജസ്റ്റ് വഴണ്ടെടുത്താൽ മാത്രം പോരാ, സബോള നല്ല പോലെ ഒന്ന് മൂത്ത് കിട്ടണം. അതാണ് അതിൻ്റെ പാകം. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ സബോളയെല്ലാം നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ളൂ. ആ ഒരു ചിക്കൻ ജസ്റ്റ് ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി അത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് എടുത്ത് 4 പോർഷനാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 1 കപ്പ് കൊണ്ട് നമുക്ക് 4 പീസാണ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഞാനിവിടെ 4 ഭാഗമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ 4 ഭാഗത്തുനിന്ന് ഓരോ പോർഷൻ എടുത്ത് നമ്മൾ ചപ്പാത്തിയുടെ ഉരുള ഉണ്ടാക്കുന്നത് പോലെ തന്നെ ബോളുകളാക്കുന്നു. അതിനുശേഷം അത് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചപ്പാത്തിയുടെ ആ മുകളിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ പരത്തി വെച്ച് കൊടുക്കണം. മസാല ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ചപ്പാത്തി നമ്മൾ 4 ഭാഗത്തേക്ക് മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ 4 ഭാഗത്തേക്കാക്കി മടക്കി ഒരു പാക്ക് പോലെ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി ഇത് ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാക്ക് ആ പാനിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഇനി നമ്മുടെ പാക്കിൻ്റെ എല്ലാ സൈഡും നല്ല പോലെ ഒന്ന് മൊരിഞ്ഞു വരുന്ന രീതിയിൽ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം. ചെറിയ ചൂടിൽ വേണം അത് വേവിച്ചെടുക്കാൻ. നമ്മളിത് മടക്കി വെച്ചതുകൊണ്ട് ഉള്ളിൽ ലെയറുകളുണ്ട്. അത് വെന്ത് കിട്ടണമെങ്കിൽ ചെറിയ തീയിൽ വെച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ സൈഡും നമ്മൾ മാറ്റി മാറ്റി വെച്ച് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ ഉള്ളിൽ വെന്ത് കിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇപ്പം നമ്മുടെ ചിക്കൻ പാക്ക് റെഡി ആയിട്ടുണ്ട്. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫില്ലിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻറ്റ്സ് പറയണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.